ഇതിന് നായകത്വം നൽകാൻ അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ മഹാനായ ഈ കേരളം കണ്ട ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിലെ സയ്യിദന്മാരിലെ പണ്ഡിതനായ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ദീർഘകാലം ഈ ഉമ്മത്തിന് ഈ ആദർശ നിഷ്ഠയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കൂടെയുള്ള സമസ്തയുടെ നേതാക്കളായ MT ഉസ്താദ് അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർക്ക് നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അവസരത്തിൽ ഒരൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുമ്പോൾ ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ആ ചോദ്യമാണ്, എന്തിനാണ് ആദർശത്തിന്റെ കാര്യത്തിൽ ഇത്രമേൽ കടുംപിടുത്തം കാണിക്കുന്നത്? എന്തിനാണ് ആദർശം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? എന്താണ് ആദർശ വിശുദ്ധി തന്നെ നമ്മുടെ പ്രമേയ വിഷയമാക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാന തത്വം, അടിസ്ഥാന ശില അത് ആദർശമാണ്, അതിൻ്റെ വിശുദ്ധിയുമാണ്. ആദർശം മാത്രമല്ല, ആ വിശുദ്ധമായ ആദർശമാണ്. ആ ഇസ്ലാമിന്റെ വിശുദ്ധമായ ആദർശത്തെ രണ്ട് പ്രധാന ഘടകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം, സർവശക്തനായ രാജാതിരാജനായ പരമാധികാരിയായ റബ്ബിലുള്ള ഉറച്ച വിശ്വാസം, യാതൊരു തരത്തിലുമുള്ള ശിർക്ക് കലരാത്ത, പങ്കു ചേർക്കാത്ത, റിയാ ഇല്ലാത്ത, നിഫാഖില്ലാത്ത വിശുദ്ധമായ ആ വിശ്വാസം, അത് അതിൻ്റെ ഒന്നാമത്തെ ഘടകമാകുമ്പോൾ രണ്ടാമതായി നമ്മൾ പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിശ്വാസം. ആ വിശ്വാസം ശരിയാവണമെങ്കിൽ ആദ്യം റിസാലത്ത് എന്താണ്, ആ റിസാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആരാണ് റസൂല് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉദ്ഘോഷിച്ചെങ്കിൽ മാത്രമേ ആ വിശ്വാസം വിശുദ്ധമാവുകയുള്ളൂ, അത് സത്യസന്ധമാവുകയുള്ളൂ, യഥാർത്ഥ രൂപത്തിലാവുകയുള്ളൂ. അല്ലാതെ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗത്തെ നമുക്കിവിടെ കാണാം. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയെ പരിചയപ്പെടുത്തിയതാണ്. യൂഹാ ഇലയ്യ എന്ന് പറയുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളയെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്തിന്റെ തുണ്ടങ്ങളോതി ഉമ്മത്തിന്റെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ഇവിടെ അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സന്ദേശത്തിലൂടെ നൽകുന്നത്. ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ റസൂലുള്ളാഹിനെ സംബന്ധിച്ചും അമ്പിയാക്കളെ സംബന്ധിച്ചും പറഞ്ഞത് ഹുമുൽ മുഖ്തസ്സൂന ബിന്നുഫൂസിസ് സക്കിയ്യ അൽ മുഅയ്യദൂന ബിൽ ഖുവ്വത്തിൽ ഖുദ്സിയ്യ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുദ്സിയായ ഖുവ്വത്ത് കൊണ്ട് ഒരേ സമയം മലക്കാനിയത്തിലേക്ക് ഉയരുവാനും അതോടൊപ്പം മനുഷ്യന്മാരുമായി സംവദിക്കുവാനും കഴിവുള്ള അല്ലാഹു തെരഞ്ഞെടുത്ത, അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്, അങ്ങനെ തെരഞ്ഞെടുത്തവരാണ് അവർ, സാധാരണ മനുഷ്യന്മാരല്ല എന്ന് പഠിപ്പിച്ചതിനെ അതിനെ അവഗണിച്ചുകൊണ്ട് സാധാരണ മനുഷ്യനെന്ന് മാത്രമല്ല ദിനേന 100 തെറ്റ് ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മത്തിന്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ബിദ്അത്തുകാരെയും ബിദ്അത്തുകാർക്ക് കുട പിടിച്ചു കൊടുക്കുന്നവരെയും നിലനിൽക്കാൻ അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനെതിരുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. ഇൻഷാ അല്ലാഹ് ബിദ്അത്തിന്റെ കടന്നുകയറ്റവും അത് ഒളിച്ചു കടത്തലും ഇനി കേരളത്തിന്റെ മണ്ണിലും പരിസര പ്രദേശത്തിലും ഇനി അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്തിക്കൊണ്ടായിരിക്കും 2026 ഫെബ്രുവരി 8 ഈ സമ്മേളനം അവസാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതിന് നായകത്വം നൽകാൻ അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ മഹാനായ ഈ കേരളം കണ്ട ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിലെ സയ്യിദന്മാരിലെ പണ്ഡിതനായ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ദീർഘകാലം ഈ ഉമ്മ
ഉമ്മത്തിന് ഈ ആദർശ നിഷ്ഠയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് ആവട്ടെ. കൂടെയുള്ള സമസ്തയുടെ നേതാക്കളായ MT ഉസ്താദ് അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർക്ക് നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.